ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 3-ലെ 10-ാമത്തെയും അവസാനത്തെയുമായ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായവദുദിയാദഹം താവദ്ദേവ പ്രഹിതവിവിധാർത്ഥ പ്രലപിതഃ പുരക്ലുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. നമുക്ക് ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കിമുക്തൈർഭൂയോഭി സ്തവ ഹി കരുണായവദുദിയാദ് അഹം താവദ്ദേവ പ്രഹിതവിവിധാർത്ഥ പ്രലപിതഃ. കിമുക്തൈർഭൂയോഭി കിം ഉക്തൈഹി ഭൂയോഭിഹി. കിം എന്താ ഫലം? ഉക്തൈഹി പറയുന്നത് കൊണ്ട്, ഭൂയോഭിഹി വീണ്ടും വീണ്ടും. കിമുക്തൈർഭൂയോഭി വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് എന്താ ഫലം? എൻ്റെ രോഗക്ലേശങ്ങളെപ്പറ്റി ഇവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് എന്താ ഫലം? തവ ഹി കരുണ യാവദുദിയാത് അഹം. തവ ഹി തവ അങ്ങയുടെ, ഹി ആ, കരുണ ദയ. തവ ഹി കരുണ അങ്ങയുടെ ആ കരുണ, അങ്ങയുടെ ആ ദയ. യാവത് ഉദിയാത് അഹം യാവത് എപ്പോഴാണോ, ഉദിയാത് ഉദിക്കുന്നത്, ഉണ്ടാവുന്നത്, അഹം എന്നിൽ, താവത് ദേവ താവത് അതുവരേക്കും, ദേവ ഭഗവാനെ. അതായത് ഭഗവാനെ, എൻ്റെ ദുഃഖങ്ങളെ വീണ്ടും വീണ്ടും ഇവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ട് എന്താ ഫലം? അങ്ങയുടെ ആ കരുണ എന്നിൽ എപ്പോഴാണോ ഉദിക്കുന്നത്, ഉണ്ടാവുന്നത്, അതുവരേക്കും പ്രഹിത വിവിധാർത്ഥ പ്രലപിത. പ്രഹിത ഉപേക്ഷിച്ചിട്ട്, വിവിധ ആർത്ത പ്രലപിത വിവിധ പലതരത്തിലുള്ള വിവിധങ്ങളായ ആർത്ത ദുഃഖങ്ങളെ, പ്രലപിത ആവലാതി പറയുന്നത്. വിവിധാർത്ഥ പ്രലപിത പലതരത്തിലുള്ള ദുഃഖങ്ങളെപ്പറ്റി ആവലാതി പറയുന്നത് പ്രഹിത ഉപേക്ഷിച്ചിട്ട്. അതായത് ഭഗവാനെ, എൻ്റെ ദുഃഖങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ട് എന്താ ഫലം? അങ്ങയുടെ ആ കരുണ എന്നിൽ എപ്പോഴാണോ ഉദിക്കുന്നത്, അതുവരേക്കും പലതരത്തിലുള്ള ദുഃഖങ്ങളും ആവലാദികളും പറച്ചിലുകളും ഉപേക്ഷിച്ചിട്ട് അടുത്ത 2 വരികളിൽ എന്താണെന്ന് നോക്കാം. പുരക്ലുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. പുരക്ലുപ്തേ പാദേ വരദ തവ. പുര മുൻപിൽ തന്നെ, ക്ലിപ്തേ വ്യക്തമായിട്ട്, പാദേ വരദ തവ തവ പാദേ തവ അങ്ങയുടെ പാദേ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ, വരദ വരദായകനായ ഭഗവാനെ. അതായത് എൻ്റെ നേരെ മുമ്പിൽ തന്നെ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്ന അങ്ങയുടെ ആ പാദങ്ങളിൽ ഭഗവാനെ, നേഷ്യാമി ദിവസാൻ. നേഷ്യാമി കഴിച്ചുകൂട്ടിക്കൊള്ളാം. ആ പാദങ്ങളെ ഭജിച്ചുകൊണ്ട് നേഷ്യാമി ദിവസാൻ, നേഷ്യാമി കഴിച്ചുകൂട്ടിക്കൊള്ളാം, ദിവസാൻ ദിവസങ്ങളെ. യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. യഥാശക്തി എന്നെക്കൊണ്ട് കഴിയും പോലെ, വ്യക്തം ഉറപ്പായിട്ടും, നദി നുതി നദി നമസ്കാരം, നുതി കീർത്തനങ്ങൾ ചൊല്ലി സ്തുതിക്കുക, നിഷേവ പാദസേവ ചെയ്യുക, വിരജയൻ ഇതൊക്കെ ചെയ്തിട്ട്. അതായത് യഥാശക്തി വ്യക്തം നദി നുതി നിഷേവ വിരജയൻ. യഥാശക്തി എന്നെക്കൊണ്ട് പറ്റും പോലെ, അതായത് രോഗക്ലേശങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല രീതിയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഉറപ്പായിട്ടും അങ്ങയുടെ നമസ്കാരവും സ്തുതി ചൊല്ലലും പാദസേവയും ചെയ്തിട്ട് അവിടുത്തെ പാദത്തെ സ്തുതിച്ചുകൊണ്ട് നേഷ്യാമി ദിവസാൻ ഞാൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിക്കൊള്ളാം. എൻ്റെ മുൻപിൽ ഇപ്പോൾ വിളങ്ങുന്നവനായ വരദായകനായ അങ്ങയുടെ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ എന്നാൽ കഴിയും പോലെ നമസ്കാരവും കീർത്തനവും ചൊല്ലിക്കൊണ്ട് പരിപൂർണ പാദസേവയും ചെയ്തിട്ട് ഞാനിവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം എന്ന് ഉറപ്പായും പറയുന്നു.
ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്ന് പറയാം. ഈ ശ്ലോകത്തോടെ 3-ാം ദശകം അവസാനിക്കുകയാണ്. രോഗം മാറ്റി തരണമേ എന്നും ഭക്തി വർദ്ധിക്കാനിട വരുത്തണമേ എന്നുമാണ് ഈ ദശകത്തിലുടനീളം പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ സ്മരണയിൽ വിമുഖതയുള്ളവർ പോലും സുഖമായിരിക്കുന്നു, എന്നിട്ടും അവിടുത്തെ ഒരു ഭക്തനായ ഞാൻ ഇങ്ങനെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നത് അവിടുത്തേക്ക് ദുഷ്പേരുണ്ടാക്കും ഭഗവാനെ എന്ന്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് എൻ്റെ രോഗക്ലേശങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ ഫലം? ഭഗവാൻ എപ്പോഴാണോ എന്നോട് കരുണ തോന്നുന്നത് അതുവരെ യാതൊരു ആവലാതിയും പറയാതെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ മാത്രം മനസ്സർപ്പിച്ച് ഞാൻ കഴിഞ്ഞുകൊള്ളാം. എന്നാൽ കഴിയുന്നത് പോലെ നമസ്കാരവും സ്തുതികളും പാദസേവയും ചെയ്ത് മറ്റെവിടേക്കും പോകാതെ ഞാൻ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടിക്കൊള്ളാം ഭഗവാനെ എന്ന് ഭഗവാനിൽ പരിപൂർണ സമർപ്പണം ചെയ്യുകയാണ് മേൽപ്പത്തൂർ. അതായത് മേൽപ്പത്തൂരിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗുരുവായൂർ വിട്ട് വേറെ എവിടെ പോയാലും തൻ്റെ ഈ വാതരോഗം ശമിക്കുകയില്ലെന്നും ഭഗവാന് എപ്പോഴാണോ എന്നിൽ കരുണയുണ്ടാകുന്നത് അപ്പോഴെൻ്റെ രോഗം മാറിക്കൊള്ളും, അതുവരേക്കും ഞാൻ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടിക്കൊള്ളാം എന്നുമാണ് ഭഗവാനോട് പറയുന്നത്. നമുക്ക് ജീവിത ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ പരിപൂർണമായി ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളും എന്ന് വിശ്വസിച്ച് ആ കരുണ നമ്മിൽ പതിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. ഭഗവാൻ നമ്മെ രക്ഷിച്ചുകൊള്ളും. കിമുക്തൈർഭൂയോഭി സ്തവഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാവിരചയൻ. 4-ാമത്തെ ദശകം അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.